28 ദിവസം നീണ്ടു നിന്ന കടൽ യാത്രയുടെ അവസാനത്തെ എപ്പിസോഡാണ് ഈ കാണുന്നത്. കുറേ അധികം ആളുകൾ കാണാൻ കൊതിച്ചൊരു എപ്പിസോഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ 28 ദിവസം കൊണ്ട് പിടിച്ച മീനുകൾ കരയിലേക്ക് ഇറക്കുന്നതും വിൽക്കുന്നതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഉണ്ട്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കട്ടെ, വാ. കരയിലേക്കുള്ള ഓട്ടത്തിലാണ് ഏകദേശം 4 ദിവസം വേണം നമുക്ക് തൂത്തുക്കുടി ചെല്ലാനായിട്ട്. നിലവിലിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാൽദീവ്സ് ബോർഡറിലാണ്. 10-24 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിനകത്ത് റേഷനൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ട്, അതായത് കുറേ സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങി. കൂടുതലായിട്ടും മസാലകളാണ് തീർന്നത്. പിന്നെ ഈ സവാള തക്കാളിയൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. 4 ദിവസം കടന്നു പോകുമെന്നറിയില്ല. അപ്പം എന്തായാലും അരിയെല്ലാം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും കുറച്ച് കഞ്ഞി വെച്ചാണെങ്കിലും കുടിക്കുക. ഇപ്പം നിലവിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയോ എന്ന് പറയേണ്ടി വരും, അതായത് വെർമിസെല്ലി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് സൂപ്പർ ടേസ്റ്റ് ആണ്. ഇത് വെച്ച് ഒരുപാട് പേര് ഉപ്പുമാക്ക് ഉണ്ടാക്കാറുണ്ട്. നിലവിൽ ഇതിനധികം മസാലകളൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഉപ്പും പിന്നെ അതുപോലെ തന്നെ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ സേമിയം പൊട്ടിച്ചിട്ട് കുറച്ച് നേരം വേവിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി കേട്ടോ. സവാളയും വറ്റൽമുളകൊക്കെ ആയി കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വേപ്പില കുറച്ചിടോട്ടെ. ബോട്ടിലൊന്നുമില്ലാത്ത സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയോ എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാനായിട്ടുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. നോക്കി ഇതിങ്ങനെ ഉടച്ചെടുക്കണം. ഇത് പല കളറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബ്രൗൺ കളറാണ്. ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് കളറിലുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു സേമിയ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും സംഭവം റെഡി ആവട്ടെ. ആ വെള്ളം പറ്റണവരെയും അടുക്കി പിടിക്കാണ്ട് ഇളക്കി ഇതേ സംഭവം റെഡിയായിട്ട് സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് പിന്നെ വറ്റൽമുളകിൻ്റെ ടേസ്റ്റും നല്ല ചൂടും കൂടെ പഞ്ചസാരയും കൂട്ടി കഴിക്കാനായിട്ടുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. മനസ്സിലൊരു സന്തോഷമുണ്ട്. കാരണം 3-4 ദിവസം കൂടി കഴിഞ്ഞാൽ കര കാണാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം. കാരണം 10-28 ദിവസമായാലും ഇപ്പോൾ കടലിൽ പഞ്ചസാരയും തീർന്നിട്ട് അവസാനം ആ ചാക്കിന്ന് മടിച്ചാണെടുത്ത്. ഇതാണ് സേമിയം. സേമിയം കുറച്ച് പഞ്ചസാരയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കരയിലേക്ക് ഓടിപ്പോണ സമയത്ത് നമ്മുടെ കമ്പനി ബോട്ട്, ഞാൻ വീഡിയോ ചെയ്തിരുന്ന ബോട്ടാണ്, പുത്തൻ ബോട്ട് ഇറക്കണതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നുണ്ട്. മിക്കൽ മെയിൽ എന്നാണ് ബോട്ടിൻ്റെ പേര്. അപ്പോൾ അവർക്ക് ഐസ് വേണമെന്ന് പറഞ്ഞു. കാരണം അവരുടെ ബോട്ടിനകത്ത് ഐസ് തീരെയില്ല. നമ്മുടെ ബോട്ടിലുള്ള ഐസ് ആവശ്യത്തിന് നമ്മൾ മാറ്റി വെച്ചിട്ട് 4 ദിവസത്തിനുള്ളിൽ കരയെത്തോല. അപ്പോൾ അതിനുള്ള ഐസ് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഐസ് ഇതേ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐസ് മാത്രമല്ല അരിയും കുടിവെള്ളവും തീർന്നു എന്ന് ഇവർ പറയണ്ടായിരുന്നു. കടലിൽ വെച്ച് ചില സമയങ്ങളിൽ ഇങ്ങനെയും അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ്സിൽ അടുത്തുള്ള ബോട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ടിൽ വിളിച്ച് അവരുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവരുടെ ഉണ്ടെങ്കിൽ അവർ തരും. അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ബോട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയും. അല്ലാതെ കരയിൽ പോയോ അല്ലെങ്കിൽ നമുക്ക് കടലിൽ ഈ പറഞ്ഞ പോലെ പലചരക്കടൊന്നുമില്ല പോയി വാങ്ങാനായിട്ട്. 4-5 ദിവസം പിടിക്കും നമുക്ക് കരയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കൊണ്ടുപോയി കൂടി എന്ന് ചോദിക്കാൻ നേരത്ത് ആവശ്യത്തിനുള്ളതാണ് നമുക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ മീനിൻ്റെ ലഭ്യത കുറവാകുമ്പോൾ 5-6 ദിവസം നമ്മൾ പ്രതീക്ഷയിലും എക്സ്ട്രാ നമ്മൾ കടലിൽ കിടക്കൂട്ടെ. അപ്പം അങ്ങനെ വരുമ്പോഴത് ഇതുപോലെ ഐസും കുടിവെള്ളവും പിന്നെ അരിയെല്ലാം നമുക്ക് ആവശ്യത്തിന് വന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കമ്പനി ബോട്ട് അതിൻ്റെ വലിയ കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഓണർമാർ തമ്മിൽ കരയിൽ വെച്ച് സംസാരിച്ചോളും. ഒട്ടുമിക്ക ആളുകളും സംസാരിക്കാറില്ല. ചിലർ സംസാരിക്കും, ചിലർ സംസാരിക്കാറില്ല. കാരണം കടലിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും ആർക്ക് എന്തും പറ്റാല. അപ്പം അന്നേരം ആരാണ് നമ്മളെ സഹായിക്കാനുണ്ടാവണമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ബോട്ട് നേരെ ഓടിപ്പോണത് കൊച്ചിക്കാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നേരെ കൊച്ചിയിലൊന്നും ഇറങ്ങാം. പക്ഷെ നമ്മുടെ ബോട്ട് ഓടിപ്പോണ് തൂത്തുക്കുടിക്കാണ്. ഞാൻ ഈ ബോട്ടിൽ കയറിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ്, ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ്, ഈ ബോട്ടുകളിലെ മീൻ ലേലം ചെയ്യുന്ന ഒരു കാഴ്ച കാണിച്ചു തന്നെ എന്നുള്ളത്. 28 ദിവസത്തോളം നമ്മൾ കടലിൽ കിടന്ന് പെട്ടെന്നൊന്ന് വീട് കാണാനായിട്ട് ആരായാലും കൊതിക്കും. അപ്പോൾ ആ ബോട്ടിൽ കയറി എനിക്ക് പെട്ടെന്ന് എത്തും. പക്ഷേ ഇത്രയും കണ്ടിട്ട് അതിൻ്റെ ക്ലൈമാക്സ് കാണാതെ പോണത് ശരിയല്ല. അതുകൊണ്ട് ആണ്ടവർ ബോട്ടിൽ തന്നെ നമ്മൾ പോയി മീൻ ഇറക്കണ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ നൻപൻ്റെയൊക്കെ വീട്ടിൽ പോയിട്ട് ചോറുണ്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടേ നമ്മൾ നാട്ടിലേക്ക് പോകണുള്ളൂ കേട്ടോ. എപ്പോഴും ഇതുപോലെ സാധനങ്ങൾ കൈമാറാൻ നേരത്ത് 2 ബോട്ടുകളും തമ്മിൽ ഒരു ഗ്യാപ്പ് ഇട്ടായിരിക്കും നിർത്തുന്നത്. ഒരുമിച്ച് നിർത്താത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കടലിൽ എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണതിൻ്റെ പേരിൽ 2 ബോട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് ഇടിച്ചിടിച്ച് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ റോപ്പ് ഇട്ടാണ് സാധനങ്ങളൊക്കെ ഇറക്കണുണ്ട്. അതെ കുടിവെള്ളം കയറ്റി നോക്കി കണ്ട. ഒരു ചാക്കരിയും പിന്നെന്തോ ആട്ടപ്പൊടിയോ മൈദപ്പൊടി എന്തോ ഒന്നും ഉണ്ടാ. പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ടും ഗിൽനെറ്റ് ബോട്ട് സൂപ്പറാണ്. ഓരോ ദിവസവും പല വെറൈറ്റി സാധനങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കി തരാറുണ്ട് ഈ ബോട്ടിൽ പോകാൻ നേരത്ത്. അങ്ങനെ സാധനങ്ങളെല്ലാം കൈമാറി ബൈ പറഞ്ഞ് അവർ പോയിട്ടാ.
ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല. കുറച്ച് നേരം എല്ലാവരും റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊടിക്കമ്പ് ഓരോന്ന് ബോട്ടിൻ്റെ വീൽ ഹൗസിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കെട്ടാൻ പോവാണ്. ഇവിടെ എല്ലാം ഫുള്ള് ക്ലീനാക്കും. നാളെ രാവിലെ തന്നെ എല്ലാം കയറ്റി വെച്ച് സെറ്റാക്കി വെച്ചിട്ടാണ്. രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ മിനിക്കോയി ആ ഒരു സൈഡിലേക്ക് എത്തുമെന്ന് സ്രാങ്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ എത്തിക്കഴിയാൻ നേരത്ത് ചിലപ്പോൾ റേഞ്ച് കിട്ടും ചില ഫോണുകൾക്ക്. കാരണം ദ്വീപിൻ്റെ അടുത്ത് കൂടി പോണതിൻ്റെ വലിയ BSNL മാത്രം കൊണ്ട് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ മിനിക്കോയ് ദ്വീപ് പക്കം അല്ലേ? മിനിക്കോയ് അല്ലേ? സ്രാങ്ക് റേഞ്ചിന് വേണ്ടി മോളിൽ കയറിക്കേണ്ട. ഇക്കരയിലേക്ക് ഓടിപ്പോകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. കാരണം 27-28 ദിവസത്തോളം കര കാണാൻ കടലിൽ ആരോടും സംസാരിക്കാണ്ട് എവിടെയാണെന്ന് പോലും അറിയാണ്ടുള്ള ഒരു ടൈമിൽ നമുക്ക് ഫോണിൽ റേഞ്ച് വരുമ്പില്ലേ. പുള്ളിക്കാരൻ്റെ ഫോണിൽ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ വിളിക്കാനായിട്ട് ഇങ്ങനെ ക്യൂ ആണ്. അതുകൊണ്ട് തന്നാൽ മാത്രം വിളിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കണേട്ടാ. വീട്ടിലേക്ക് വിളിച്ച് ഒരു 2 മിനിറ്റോളം സംസാരിച്ച് വരെയാണെന്നുള്ള കാര്യം 2-3 ദിവസത്തിനുള്ളിൽ എത്തുമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴും വീണ്ടും വീൽ ഹൗസിൻ്റെ മുകളിൽ കയറുന്ന റേഞ്ച് ഉണ്ടാകുന്നൊക്കെ നോക്കുന്നുണ്ട്. രമേശ് അണ്ണനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൊറോട്ട ഉണ്ടാക്കുന്നത്. പൊറോട്ടയും മീൻകറി അല്ലട്ടാ, പൊറോട്ടയും വെജിറ്റബിൾ കറിയുമാണ് ഉണ്ടാക്കണം. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ വേറെ അധികമൊന്നും ഇല്ലട്ടാ. കുറച്ച് ഗ്രീൻ പീസ് ഇരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങുണ്ടായിരുന്നു. അത് രണ്ടും വെച്ചിട്ടുള്ളൊരു ചെറിയ വെജിറ്റബിൾ കറി. പിന്നെ പൊറോട്ടയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൽ അടിക്കണ ആ ഒരു ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല. ഒരു ഫിഷിംഗ് ബോട്ടാണ് അത്. അതിൻ്റേതായ രീതിയിൽ പുള്ളിക്കാരൻ സെറ്റ് ചെയ്ത് പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ കാണാട്ടോ. എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല വൃത്തിയോട് കൂടിയാണ് പുള്ളിക്കാരൻ അതെല്ലാം ചെയ്തത്. ഒരിക്കലും പൊറോട്ടയൊക്കെ അടിക്കണ ഫിഷിംഗ് ബോട്ടിൽ ഞാൻ പോയിട്ടില്ല. ആദ്യമായിട്ട് കാണുന്നതും പിടിക്കുന്നതും പോകണമെല്ലാം ഈ ബോട്ടിൽ തന്നെ ഉണ്ട്. ഗിൽനെറ്റ് ബോട്ടിൽ പോകുമ്പോഴാണ് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളെല്ലാം ഉണ്ടാക്കണത് നമ്മുടെ ഗിൽനെറ്റ് ബോട്ടിലാണ്. സെൽവൻ്റെ പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല പാട്ടെല്ലാം കേട്ട് പീസ്ഫുള്ളായിട്ടാണ് പുള്ളിക്കാരൻ പൊറോട്ട ഇടുന്നത്. അപ്പോൾ പണി എങ്ങനെയാണ് ഇപ്പോൾ പോയേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണക്കൂട്ടുകളിൽ വെച്ച് നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ വിലയുടെ അടിസ്ഥാനത്തിലിരിക്കും നമുക്കുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ വിളിച്ചെടുത്തൊക്കെ ചോദിച്ച് നമ്മൾ വയർലെസ്സിൽ ഈ പറഞ്ഞ ഫോണൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മീനുകൾക്ക് വിലയുണ്ടെന്നാണ് പറയുന്നത്. വലിയ മീനുകൾക്ക് കിലോ ഇത്ര രൂപയൊക്കെ വിളിക്കണമെന്ന് പറയുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്കറിയില്ല. കരയിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പൊറോട്ട പിച്ചി ചീന്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് ക്യാരറ്റും ഉണ്ടായിട്ട് അത് ഇട്ടിട്ടുണ്ട്. പൊറോട്ടയും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും. മീനിൽ നിന്ന് വെജിറ്റബിൾ കറിയാണ്. കൊള്ളാം, അടിപൊളി. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ഇത് നോക്കിയ നല്ലൊരു സൂര്യോദയം. അധികം വെയിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പയ്യെ സൂര്യൻ ഉദിച്ചു വന്നുള്ളൂ. രാവിലെ ആയി വന്നുള്ളൂ. അങ്ങനെ ഒരു മിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ കപ്പലിങ്ങനെ ഓടി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല കരക്കോടിപ്പോയെന്നും പറഞ്ഞ് ഇവർക്ക് പണിയില്ലാതൊന്നും ഇരിക്കില്ല കേട്ടോ. ഇവർക്ക് എല്ലാ ദിവസവും പണിയുണ്ട്. കരക്കോടി പോണ സമയത്താണെന്നുണ്ടെങ്കിൽ വലയിൽ ഹോളുകൾ ഉണ്ടാവില്ല, അതെല്ലാം നമ്മൾ തുന്നിക്കെട്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതെ രാവിലെ തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നൻപനിവിടെ രാവിലെ തന്നെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കപ്പലുണ്ടോ? ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ളതുണ്ട്. അത് നോക്കി, കോസ്കോ ഷിപ്പിംഗ് എന്നാണ് പേര്, കോസ്കോ. വീഞ്ചിൻ്റെ റബ്ബർ മാറണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഞ്ച് അഴിച്ച് വെക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ബോട്ട് പണിക്ക് വരാൻ നേരത്തെ അതെല്ലാം മാറ്റിയിട്ട് വരുള്ളൂ. ഇതിൻ്റെ എഞ്ചിൻ റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലോ. പല ബോട്ടുകളുടെയും എഞ്ചിൻ റൂം നമ്മൾ കാണിക്കാറുണ്ട്. 10-30 ദിവസം കടലിൽ കിടക്കണ ഈ ബോട്ടിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടാലോ. വാ. അപ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഒരു ചെറിയ ഏണി ഉണ്ടാവും കേട്ടോ. പിന്നെ എഞ്ചിൻ റൂമിൽ എപ്പോഴും ചൂടായതിൻ്റെ പേരിൽ തുണിയെല്ലാം അലക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ റോപ്പൊക്കെ കെട്ടിയായിരിക്കുള്ളൂ ഉണക്കാനിടുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പങ്ക കറങ്ങിക്കൊണ്ടിരിക്കണതിൻ്റെ പേരിൽ ഷാഫ്റ്റ് എഞ്ചിനുമേ നിന്ന് കണക്ഷൻ പോയിക്കുന്ന ഷാഫ്റ്റാണ് കാണുന്നത്. കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പങ്കനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ തന്നെ മീറ്റർ ഉണ്ട്. അത് ഓയിൽ ടെമ്പറേച്ചറും ബോട്ടിൻ്റെ കൂളൻ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കും, ബാറ്ററി ടെമ്പറേച്ചറും കാര്യങ്ങളും. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഞ്ച് പ്രവർത്തിക്കണ ഓയിൽ പോണ ആ ഒരു ലൈനാണ്ട് ഈ കാണുന്നത്. വീഞ്ച് മുന്നിലത്തെ വീഞ്ച് നമ്മുടെ വലയെടുക്കണ വീഞ്ചല്ലേ, അതിൻ്റെ വീഞ്ച് പ്രവർത്തിക്കണ ഓയിലിൻ്റെ ആ ഒരു ലൈനാണ് ആ പോണത്. പിന്നെ തൊട്ടിപ്പുറം ജനറേറ്റർ ഉണ്ട്. ഈ കാണുന്ന ഈ ബോട്ടിൻ്റെ വാട്ടർ ടാങ്കാണ്. 12,000 ലിറ്ററാണ്ട് ഈ ബോട്ടിൻ്റെ കപ്പാസിറ്റി വാട്ടർ ടാങ്കിൻ്റെ വന്നത്. മറ്റുള്ള ബോട്ടുകളിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ ഡീസൽ ടാങ്ക് കാണിച്ചാൽ ഡീസൽ ടാങ്ക് തൊട്ടിപ്പുറമാണ്. ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 7,000 ലിറ്ററാണ് ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഡീസൽ ഓട്ടത്തിന് മാത്രം പോകില്ല, പിന്നെ വെള്ളം നമുക്ക് 1 മാസത്തേക്ക് കൂടുതൽ വേണം. അതുപോലെ ബോട്ടിൻ്റെ ദിശ നിയന്ത്രിക്കുന്നത് ഇവിടെയുണ്ട്. നമ്മൾ അവിടെ സ്റ്റിയറിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ അതിൻ്റെ റഡർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിരിയണീക്കാണ്. ഇതിപ്പോൾ ഹൈഡ്രോളിക് ആണ്. നമ്മൾ അധികം വെയിറ്റും ഓവർലോഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ കൈക്ക് തന്നെ നമുക്കിങ്ങനെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോട്ട് മാറ്റാനൊക്കെ പറ്റൂട്ടോ. പിന്നെ ഈ ബോട്ടുകളുടെ സൈലൻസർ മുകളിലേക്കല്ല കേട്ടോ കൊടുത്തേക്കണം, സൈഡിൽ തന്നെയാണ്. അതായത് എഞ്ചിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് വന്ന് ലെഫ്റ്റിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഹോളിട്ട് പുറത്തേക്ക് തന്നെയാണ് സൈഡിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ എഞ്ചിനെ പറ്റി പറഞ്ഞില്ല. എഞ്ചിൻ 250 HP 6 സിലിണ്ടർ സിനോട്രക്കിൻ്റെ എഞ്ചിനാണ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ എഞ്ചിൻ റൂമിൽ പറയാനായിട്ട്. പിന്നെ അതുപോലെ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ ബോട്ട് ക്ലീൻ ചെയ്യൽ തുടങ്ങി.
ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നമ്മുടെ ചരക്ക് കൊടുക്കാൻ പറ്റണം. 3 സിലിണ്ടർ ഇപ്പം നിലവിലുണ്ട്. 2 സിലിണ്ടർ നമ്മൾ വേറെ ബോട്ടിലേക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട്. 3, 4, 5 സിലിണ്ടറൊക്കെ നമ്മൾ 1 മാസത്തേക്ക് 1.5 മാസത്തേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ചിലപ്പോൾ 32 ദിവസം, ചിലപ്പോൾ 45 ദിവസം, ചിലപ്പോൾ ഐസ് തീരണമെന്നാണോ അന്ന്. അങ്ങനെയൊക്കെയാണ് ഈ ബോട്ടിൻ്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ. കരയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കടലിൽ വെച്ച് തന്നെ ബോട്ട് നന്നായിട്ട് തേച്ചൊരച്ച് ക്ലീനാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ട. ഈ ബോട്ട് കണ്ടപ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കന്യാകുമാരിയിലൊക്കെ സിംഗിൾ ഡേ പണിക്കണ ബോട്ടുകളുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കരയെത്താറായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കാസി ഇവിടെ ടാങ്കിൻ്റെ ഉള്ളിൽ കയറി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെയാണ്. നോക്കി പണിയെല്ലാം കഴിഞ്ഞ് കര ചെറുതായിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ. കണ്ട ഇപ്പോൾ 28 നാളിന് ശേഷം കര കാണുന്നു. അപ്പോൾ കര കണ്ട സന്തോഷത്തിൽ റേഞ്ചിന് വേണ്ടിയിട്ട് വീൽ ഹൗസിൻ്റെ മുകളിൽ കയറി വെയിൽ പോലും നോക്കാതിരിക്കേണ്ട നമ്മുടെ പിള്ളേർ. ടവർ കിടക്കുതാ, ടവർ എടുക്ക. തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളും അത് കടലിൽ നിന്ന് നോക്കാൻ നേരത്ത് കര കാണുമ്പോണ്ടല്ലോ എന്ത് ഭംഗിയാണെന്നറിയോ. ഈ കന്യാകുമാരി സൈഡിൽ നിന്നൊക്കെ നമ്മൾ കടലിൽ പോകാൻ നേരത്ത് കടലിൽ നിന്ന് കരയിലേക്ക് നോക്കാൻ നേരത്ത് നിറയും മലയും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. രാത്രിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ അതേ സിംഗിൾ ഡേ ബോട്ടുകൾ വാശിക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടി കാണുന്നത്. സ്പീഡ് പണിയാണ് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ദിവസം കൊണ്ട് കത്തണ ഡീസൽ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ കത്തോട്ടെ. കാരണം സ്പീഡ് പണിയാണ്. നല്ല വലിയ എഞ്ചിനൊക്കെ വെച്ച് തള്ളി വെച്ചാണ്ട് വലിക്കണത്. ഇത് നോക്കി അങ്ങ് ദൂരേന്ന് ഒരു പാലം പോലത്തെ എന്തോ ഒരു സംഭവം വന്നിട്ടുള്ള എന്തോ ഒന്നാണ്ട് നമ്മുടെ പോണ വഴിക്ക് ഓടിപ്പോണ വഴിക്ക് കണ്ടാണ് ഇന്ന് കണ്ട. നമ്മളിപ്പോൾ തൂത്തുക്കുടി ഹാർബറിലെത്തുമ്പോൾ ഏകദേശം ഒരു 7 മണി 8 മണിയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര നേരത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചരക്ക് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വൈകിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബോട്ടിൻ്റെ വലിപ്പം കണ്ട. ഈ ബോട്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 100 അടി അത്രയൊക്കെ വലിപ്പമുണ്ട്. അതുകൂടാണ്ട് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പവർഫുൾ എഞ്ചിനാണ്. സ്റ്റോർ റൂം തുറന്നിട്ടുണ്ട്. പിടിച്ച മീനുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിനി സ്റ്റോറിൽ നിന്ന് മുകളിലേക്ക് പൊക്കി വെക്കും. കരയിലേക്ക് ബോട്ട് എത്തുമ്പോഴേക്കും എല്ലാ മീനുകളും വെളിയിൽ ഇറക്കിയിട്ടുണ്ടാകും. പിന്നെ അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ നിന്ന് വന്ന ആളുകളാണ് ബോട്ടിൽ നിന്ന് ചരക്കിറക്കണേണ്ട. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമേ പിടിച്ച മീനുകളൊക്കെ ജ്യൂസ് പരിവായിട്ടുണ്ടാകും. ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മീനുകൾ മാത്രമേ നമ്മൾ എക്സ്പോർട്ടിങ്ങിന്, അതായത് ഈ ക്യാൻഡ് ട്യൂണ ചൂരയുള്ള കൂടുതലും കിട്ടുന്നത്. ഫസ്റ്റ് ടൈമൊക്കെ കിട്ടിയ ഉപയോഗിക്കാൻ പറ്റാത്ത മീനുകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് വളത്തിനാണ് പോണത്. കോഴിത്തീറ്റ അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് പോണത്. ഇതൊരുപാട് പേര് ചോദിക്കാറുണ്ട്, ആദ്യമേ പിടിച്ച മീനാണോ 32 ദിവസം വൈകിയുള്ള മീനാണോ നമുക്ക് നാട്ടിൽ കിട്ടണേന്നൊക്കെ ഉള്ളത്. 32 ദിവസം കഴിഞ്ഞ മീനുകളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മീനുകൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഈ ബോട്ടിലൊക്കെ പിടിക്കുന്ന മീനുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും പോണ് എക്സ്പോർട്ടിങ്ങിനാണ്. ശരിക്കും ഈ ലോക്കൽ മാർക്കറ്റുകളിലൊന്നും വിൽക്കാനായിട്ട് ഞാൻ ഇന്നേ വരെയും കണ്ടിട്ടില്ല. അതുമാത്രമല്ല ഇതിപ്പോൾ തമിഴ്നാട് തൂത്തുക്കുടി ആ ഒരു സൈഡിലേക്കാണ് ഈ ബോട്ട് ചരക്കും കൊണ്ട് കയറുന്നത്. അപ്പോൾ ഇവരുടെ തന്നെ സ്വന്തം കമ്പനിയും ഉണ്ട്. ഇവരുടെ കമ്പനി തന്നെ ഈ ഫുൾ മീൻ എടുത്തിട്ട് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ തെരണ്ടിയാണ്ട് അതേ ബോട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ -ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കും ഈ മീനെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഐസെല്ലാം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കളയിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് ഇടാനായിട്ട്. മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകട്ടെ. കാരണം ഇതിൻ്റെ മുകളിൽ അഴുക്കും ചോരമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വേണ്ടി കുടലൊക്കെ കീറി കഴിയുമ്പോൾ ഉള്ളത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഐസ് ഇങ്ങനെ വെതറിയിട്ട് കൊടുക്കും. കാരണം 5-6 മണിക്കൂർ കിടക്കണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ചീത്തായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ഇതുപോലെ മുകളിലേക്ക് വെതറി കൊടുക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ടാവും. ഇവർ കണക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ടൺ മീൻ പിടിച്ചെന്നാണ് പറയണത്. അപ്പോൾ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കപ്പിയിൽ ഇതിനിങ്ങനെ വലിച്ചെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പണിയൊന്നുമല്ല. അതുമാത്രമല്ല ഇവർക്ക് യാതൊരു മടുപ്പില്ല കേട്ടോ. പണിയെടുക്കാനായിട്ട് ഒരു മടിയുമില്ല. എല്ലാം നല്ല പക്കാ സ്പീഡായിട്ടുള്ള കിടിലം പണിക്കാരുണ്ട് നമ്മുടെ ഈ ബോട്ടിനകത്തുള്ളവർ.
പന്നിക്കോലാൻ്റെ ഒരു സെറ്റിനത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, കൂടെ കട്ടക്കൊമ്പനുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലേക്ക് നമ്മൾ കടക്കാൻ നേരത്ത് മെയിനായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ ക്രിസ്ത്യൻ പള്ളി. തേങ്ങാപ്പട്ടണം കുളച്ചിൽ കന്യാകുമാരി ആ ഒരു സൈഡ് ഇങ്ങനെ കടൽക്കര ആ ഒരു സൈഡായിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഗ്യാപ്പിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ക്രിസ്ത്യൻ പള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അത് കടലിൽ നിന്ന് നോക്കാൻ നേരത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാം കേട്ടോ. തൂത്തുക്കുടിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ, ഒരുപാട് ഫാക്ടറികളുണ്ട്, പോർട്ടുണ്ട്, ടെർമിനലുകളുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ഈ തൂത്തുക്കുടിയിലുണ്ട് കേട്ടോ. ഇതുണ്ട് ഒരു പോർട്ടാണ്, അവിടെ കപ്പലൊരെണ്ണം കിടക്കുന്നുണ്ട്. ഇതുണ്ട ഒരു 4-5 സെയിൽ ഫിഷ് ഓലക്കൊടിയനെ ഉണ്ടാ പൊക്കി ഒറ്റടിക്ക് എടുക്കണത്. ആഹാ പൊളി. അടുത്ത പന്നിക്കോല, ഇത് അത്യാവശ്യം വലിപ്പമുള്ള പന്നിക്കോലാനുണ്ടാവും. നമുക്ക് കിട്ടിയതിൽ ഏറ്റവും ടോപ്പ് സാധനമാണ് തോന്നുന്നത്. പന്നിക്കോലാൻ്റെ തെരണ്ടിടെല്ലാം വയറിൻ്റെ ഉള്ളിലെ കുടലെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീനാക്കി വയറിൻ്റെ ഉള്ളിലാണ്ട് നമ്മൾ ഐസ് ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് അത് ഫ്രഷായിട്ട് തന്നെ അധികം മോശമാവാത്ത രീതിയിൽ തന്നെ നമുക്കത് കിട്ടും. പിന്നെ ഇതുപോലെ ഈ തലയൊക്കെ ഇങ്ങനെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ മീനിൻ്റെ വില കിട്ടില്ല. നമുക്ക് തലയപ്പാടി മൊത്തത്തിൽ കൊടുത്താൽ മാത്രമേ ഇതിന് വില കിട്ടുള്ളൂ. അടുത്തത് ആ സ്രാവിനേണ്ട ഇറങ്ങണ വലിയ മാക്കോ ഷാർക്കിനെ കിട്ടിയില്ല, 10-200 കിലോ ഉള്ള. അതൊക്കെ ജ്യൂസ് പോലെ ആയതുകൊണ്ട് അതിൻ്റെ വായൊക്കെ പൊളിഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫിൻസാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ശരീരത്തിലുള്ള മാംസമൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ ആ ചിറകുകൾ മാത്രമാണ് നമ്മൾ എന്തോ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. അതിനത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഐസ് മെൽറ്റ് ചെയ്ത് വെള്ളമായിട്ടാ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ. ഇതേ ലാസ്റ്റാണ് നമ്മൾ ചൂര ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു കൊട്ടയിൽ 4-5 മീനൊക്കെ കൊള്ളണുള്ളൂ. എത്ര സമയം എടുക്കും ടോട്ടൽ ഇറക്കി കഴിയാമെന്നും നമുക്കറിയില്ല. ഇനിയിപ്പോൾ അഥവാ നമ്മൾ കരയിലെത്തിയിട്ട് ഇറക്കി തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഇറക്കി വെച്ചേക്കണ മീനുണ്ടല്ലോ, അത് അവർ വണ്ടി കയറ്റണ നേരം കൊണ്ട് നമുക്കിത് ഇറക്കി തീർക്കാനായിട്ട് പറ്റോട്ടെ. ഇത് നോക്കി ബോട്ടിൻ്റെ അണിയം മൊത്തം മീനുകൾ കൊണ്ട് നിറഞ്ഞിട്ടാ. ടൺ കണക്കിന് മീനാണ് നമ്മുടെ ബോട്ടിൻ്റെ അണിയത്ത് കിടക്കുന്നത്. ചൂരയും സ്രാവും പന്നിക്കോലാനും കട്ടക്കൊമ്പനും തെരണ്ടിയും എല്ലാവരും ഉണ്ട് കേട്ടോ, മിക്സായാണ് കിടക്കുന്നത്. അങ്ങനെ അതേ ബോട്ട് കരയിലെത്തി. GPS-നകത്ത് നോക്കി ഓണറിൻ്റെ അടുത്ത് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് ടൈം വിളിച്ചു പറഞ്ഞ്. അപ്പോൾ ആ ബോട്ടിൻ്റെ കച്ചവടക്കാരും അതുപോലെ മീനെടുക്കണ കമ്പനിക്കാരും ഷിഫ്റ്റിലുള്ള ആൾക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഈ ബോട്ടിനകത്ത് ഷിഫ്റ്റ് ഉണ്ട്. ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ബോട്ടിലെ പണിക്കാരനാണെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം കടലിൽ പോയി കഴിഞ്ഞാൽ അടുത്ത മാസം എനിക്ക് ലീവാണ്. ഷിഫ്റ്റാണ്. എനിക്ക് പകരം വേറൊരാൾ കയറും ആ സമയത്ത്. അപ്പോൾ ഇവർ കടലിൽ പോകാൻ നേരത്ത് ഇവർക്ക് എന്തോരം പണിയുണ്ടോ ആ ബാറ്റയും കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് കിട്ടും. ഈ പച്ച ഷർട്ട് ഇട്ട ആളാണ്ട് നമ്മുടെ ഓണർ ജയപാലനൻ. പുള്ളിക്കാരൻ വന്നപാടി തന്നെ മീനെല്ലാം കഴിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു മനുഷ്യനുണ്ട്. ശരിക്കും ഈ ബോട്ടിലുള്ളവരുടെ പണിയെടുക്കാനുള്ള ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യട്ടെ. കാരണം വേറൊന്നുമല്ല, ഇത്ര നേരം നമ്മൾ മീൻ ഇറക്കി അണിയത്തേക്ക് വെക്കിയിരുന്നു.
ബോട്ടിൻ്റെ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങിയാണ് ഇപ്പോൾ ഷിഫ്റ്റിൽ വന്ന ആൾക്കാരുണ്ട്. അതുകൂടാണ്ട് ഇവർ ഈ മുകളിൽ തന്നെ ഇരുന്ന് ഈ മീനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിയും മാറ്റിയൊക്കെ സഹായിച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയുണ്ട്. ഇതുപോലെ ആത്മാർത്ഥമുള്ള പണിക്കാരെ കിട്ടാനും വേണോട്ടെ ഒരു ഭാഗ്യം. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 ബോക്സ് ഇറക്കിയിട്ട് ചായ കുടിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ ആ വഴി അങ്ങോട്ട് പോകും. പിന്നെ വേറൊരു രീതി ഇവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോട്ട് ഒരു 12 മണിക്കുള്ളിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവർക്ക് അപ്പം ഓൺ ദ സ്പോട്ടിൽ തന്നെ മീനിറക്കാം. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ലേലം വിളിക്കണ ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് മീനിറക്കാൻ പറ്റുള്ളൂ. രാവിലത്തെ കച്ചവടം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ വേണം മീനിറക്കണമെന്നുണ്ടെങ്കിൽ. അതാണ് നമ്മുടെ നാട്ടിലെ പ്രത്യേകത. പക്ഷേ ഇവിടെ 12 മണിക്കെന്താ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ മീനിറക്കുകയും ചെയ്യുക, അതുപോലെ വിൽക്കുകയും ചെയ്യുക, എല്ലാ കാര്യങ്ങളും നടത്തുകയും ചെയ്യാട്ടോ. അതിപ്പോൾ പൈസയുടെ കാര്യമാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ഉണ്ട്. ഒരു ടേൺ പെൻഡിങ് കിട്ടുമൊന്നുമല്ല ഇവിടെ പൈസ കൊടുക്കണം. കടലിൽ പോയി അധ്വാനിച്ച് വന്നവരാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ചരക്ക് കൊടുത്ത് പൈസ ഓണറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പുള്ളിക്കാരൻ ബാറ്റയും ഷെയറും എല്ലാം ഓൺ ദ സ്പോട്ടിൽ കൊടുക്കട്ടെ. ഇനിയിപ്പോൾ എന്തെങ്കിലും ബാങ്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ മാത്രം അത് 1-2 ദിവസത്തേക്ക് വൈകും. അതല്ലാതെ കയ്യിലാണ് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവർ പണിക്കാർക്ക് പൈസ കൊടുക്കട്ടെ. ഇവിടെ മത്സ്യബന്ധന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുതലാളികളാണെങ്കിലും തരകന്മാരാണെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യണം. ഇന്നിപ്പോൾ 28 ദിവസം കഴിഞ്ഞ് ഇവർ കടലിൽ നിന്ന് വന്നിട്ട് ഇവർക്ക് ഓൺ ദ സ്പോട്ടിൽ കണക്കോറിന് കാശ് കൊടുക്കാൻ നേരത്ത് വീണ്ടും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇവർക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് കൂടിക്കൂടിയേ വരുള്ളൂ. കടലിൽ പോയി കഷ്ടപ്പെട്ട് മീൻ പിടിച്ചു വന്ന മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ വാവിളിച്ച് നിൽക്കും. അതേസമയം ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കാശ് കൈ നിറയെ വാരും, വിളിക്കുറവ്, കമ്മീഷൻ, മറ്റേത് മറിച്ചതെന്നും പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത്. കന്യാകുമാരിയിലൊക്കെ ഒട്ടുമിക്ക ബോട്ടുകളിലും പണിക്കാർ തന്നെയാണ് മീൻ എടുത്തുകൊണ്ട് പോയിട്ട് ലേലം ചെയ്ത് അവിടെ വിൽക്കുന്നത്. ശരിക്കും അങ്ങനത്തേക്ക് ഒരു രീതി നമ്മുടെ കേരളത്തിൽ വരണം. വരുത്തിക്കില്ല, അത് വേറെ കാര്യം. കംപ്ലീറ്റ് ഐസ് നമ്മൾ മെൽറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഐസാണെന്നുണ്ടെങ്കിൽ പോണില്ല. അപ്പോൾ ബോട്ട് റേസ് ചെയ്ത് നമ്മൾ വെച്ചേക്കാണ്. ഈ വെള്ളം അതിൻ്റെ വാട്ടർ പമ്പിൽ കൂടി ഇങ്ങനെ ചാടി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടംപോലെ പന്നിക്കോലാനും എല്ലാ മീനുകളെയും ഇറക്കി ഏകദേശം നമ്മുടെ ബോട്ടിലെ ചരക്ക് ഒരു 60% തീരാറായിട്ടുണ്ട്. ഇനി ഇറക്കാനുള്ള ഒരു കൊമ്പൻ സ്രാവും കൂടി ഉണ്ട്. കൊമ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് കിട്ടിയൊരു മാക്കോ ഷാർക്ക് ഉണ്ടായില്ലേ, അതെ അതിനെയും കൂടി അങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരിക്കേണ്ട. അത് ഇതിനെ പൊക്കാനായിട്ട് തന്നെ ആൾക്കാർ ഒരുപാട് വേണം. കടലിൽ നിന്ന് ഇതിനെ പൊക്കി കയറ്റാൻ ഇത്രയും പാടുണ്ടായില്ല. ബോട്ടിൽ നിന്ന് വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് ഭയങ്കര പണിയായിരുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തെ അധ്വാനത്തിന് ശേഷം വണ്ടിയിൽ കയറ്റി സാധനത്തിന് വിട്ട് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കയറ്റി വിടാനായിട്ട്. പിന്നെ പലർക്കുമുള്ള സംശയമാണ് ഈ ബോട്ടിൽ പോകുമ്പോഴുള്ള കാര്യങ്ങളെ പറ്റി. ഈ ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നമ്മുടെ ബോട്ടിനകത്ത് 12 പേര് പണിക്കാരുണ്ട്, 3 പേര് ഷിഫ്റ്റിൽ നിൽക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഒരു മുതലാളിയാണ് ഈ ബോട്ടിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ബാറ്റ വലയിടണ സമയത്ത് മാത്രം 1000 രൂപയാണ് ഒരാൾക്ക് ബാറ്റ. നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കടലിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ 500 രൂപ ബാറ്റയുണ്ട്. പക്ഷേ ഈ ബോട്ടിനകത്ത് വെറുതെ ഓടിപ്പോകുമ്പോഴൊന്നും ബാറ്റയില്ല, വലയിടണ സമയത്ത് മാത്രം ഒരാൾക്ക് 1000 രൂപ ബാറ്റയുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ മീനിനോടെയും നമ്മൾ വിറ്റപ്പോൾ ഏകദേശം നമുക്ക് ഒരു 20 ലക്ഷത്തി ചില്ലായിരം രൂപയുടെ പണി ഉണ്ടായിരുന്നു. ബോട്ട് കടലിൽ പോയി വരാനായിട്ടുള്ള ടോട്ടൽ ചിലവ് 6,90,000 രൂപയാണ്. ഇത് മുതലാളിയുടെ കയ്യിൽ നിന്നും തൊഴിലാളികളുടെ കയ്യിൽ നിന്നും ഒരേപോലെ തന്നെയുണ്ട് കുറയണത്. 20 ലക്ഷം രൂപയുടെ പണി അതിൽ നിന്ന് 6,90 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 13,10,000 രൂപ. ഈ 13,10,000 നമ്മൾ നേരെ പകുതിയാക്കും. ഇതിനകത്ത് 50-50 ചില ബോട്ടുകളിൽ 60-40 ഒക്കെ വന്നത്. 13,10,000 രൂപ പാതിയാക്കാൻ നേരത്ത് 6,55 ഉണ്ടാവും. 6,55 മുതലാളിക്കും 6,55 തൊഴിലാളികൾക്കും വേണ്ടിയിട്ട് കിട്ടും. 6,50,000 ഇൻറ്റു 13 ആളുകൾ. അപ്പോൾ ഏകദേശം ഒരു 50,000 എടുക്കാൻ നമുക്ക് ഒരു മാസം കിടന്ന് കഷ്ടപ്പെട്ടതിന് കിട്ടും. അതിങ്ങനെ മാറി വരും. ചിലപ്പോൾ 1 ലക്ഷം കിട്ടും, ചിലപ്പോൾ 50,000 കിട്ടും, 70,000 ഇതിൽ കുറവ്, ചിലപ്പോൾ ബാറ്റക്കാശും അത്രയും കിട്ടും. അങ്ങനെയുണ്ട കടലിലെ കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മീനെല്ലാം ഇറക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2 മണിയായി. ഫുഡെല്ലാം നമ്മുടെ ഓണർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ സാധനമാണ് മസാല റൊട്ടിയല്ല, പൊരിച്ച റൊട്ടിയും പിന്നെ സാലനി എന്ന് പറയോട്ടെ. അതാണ് ഇവിടുത്തെ ഫേമസ് സാധനം. അതും പിന്നെ ഒരു പുൾസേക്ക് ഉണ്ടായിരുന്നു, ഓംലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ സ്റ്റോർ റൂം നോക്കി ഐസെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബോട്ടിൽ നമ്മളിപ്പോൾ ഈ കടലിൽ പോയി വന്ന ആൾക്കാരെല്ലാം വീട്ടിൽ പോകും. ഇനിയിപ്പോൾ ഈ ബോട്ട് എന്തെങ്കിലും ഐസ് എടുക്കാനും കാര്യങ്ങൾക്കെല്ലാം നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റിലുണ്ടായ ആളുകളുണ്ടല്ലോ, അവർ ഈ ബോട്ടിൽ കിടന്നിട്ട് ഈ ബോട്ട് ഐസ് എടുത്ത് പണിക്കുവാനുള്ള സെറ്റപ്പിലൂടെ സെറ്റ് ചെയ്തോട്ടെ. എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാനും നൻപനും പൊന്നെല്ലാം കൂടി നൻപൻ്റെ വീട്ടിലേക്കാണ്ടാ പോണ വഴിയാണെന്നുണ്ടെങ്കിൽ വണ്ടി കംപ്ലൈൻ്റ് ആയി പമ്പിൽ ഒരുപാട് നേരം നിന്ന് കരയിലെത്തിയതിൻ്റെ ആഹ്ലാദ പ്രകടനമായിട്ട് ഞാൻ റോട്ടിലിട്ട് ഒരു പേപ്പർ ബോംബൊക്കെ പൊട്ടിച്ചിട്ടാ. ഇനി നാളെ പോയിട്ട് ഒരു ചിക്കൻ കറി വെക്കണ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എപ്പിസോഡും കൂടി ഇറക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഗിൽനെറ്റ് ബോട്ടിലെ കഥകൾ കേട്ടിരുന്ന നമ്മുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീണ്ടും ഒരു കിടിലം കാഴ്ചയുണ്ട്, നമുക്ക് കാണാം. ടാറ്റാ. വണ്ടി എടുപ്പോ ആള് വരും.